ഓ ഇതായിരുന്നു. നൈസ് ജോബ് ബഡി, നൈസ് ജോബ്. പള്ളി ഇതാണ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അപ്പുറത്തുള്ളവർ ശ്രദ്ധിക്കാഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. താല്പര്യം വളരെ റോൾസ് റോയ്സിന്റെ ജനൽ തുറന്നിട്ടിട്ടാണ് അവരെ വണ്ടി കൊണ്ടുപോയത്. ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പണി കിട്ടിയ മക്കളെ മുട്ടം പണിയായിരിക്കും. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇത് ഒരു കുഞ്ഞു സാറ്റർഡേ മോർണിംഗ് റൈഡാണ്. അങ്ങനെ റൈഡ് എന്ന് പറയാൻ മാത്രമുള്ള റൈഡില്ല. പക്ഷേ ഇന്ന് എനിക്ക് നമ്മുടെ ഇവിടെ ഒന്ന് പോകണം, അവീർ RTL ഒന്ന് പോകണം. ഒരു ചെറിയ ആവശ്യം, എൻ്റെ ആവശ്യത്തിനല്ല. അപ്പോൾ എന്തായാലും സാറ്റർഡേ മോർണിംഗ് ആണ്, നല്ല വെതറാണ്, കാർ എടുക്കണ്ട ബൈക്ക് എടുക്കാമെന്ന് വെച്ചു. സോ ലെറ്റ്സ് ഗോ. പിന്നെ ഇന്ന് രാത്രി നമുക്ക് റൈഡുണ്ട്. ഞാൻ വഴിയെ പറഞ്ഞു, എൻ്റെ കാലിൽ ഇന്നലെ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ എങ്ങാനും ഉറങ്ങിയുള്ളൂ ഇന്നലെ രാത്രി. അതുപോലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വന്ന് ഒരുപാട് ലേറ്റായി, നല്ല ടയേർഡ് വരും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നപ്പോഴേക്കും സമയം ഒരുപാടായി. അങ്ങനെ ഇന്നലത്തെ ഉറക്കം ഏകദേശം അങ്ങനെയായി. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ലാസ്റ്റ് എക്സിറ്റിലേക്ക് റൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വ്ളോഗ് ഇത് കഴിഞ്ഞ ഉടനെ വരും, ഈ ഒരു വ്ളോഗ് കയറിയിട്ട്. കാരണം ഇന്ന് രാവിലെ, ഇന്ന് ശനിയാഴ്ച രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ടെക്സ്റ്റോ എന്തോ ക്യാപ്ഷനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താഴെ ഞാൻ ലിങ്കും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ലിങ്ക് എടുത്തിട്ട് ഒഴിവാക്കി. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 85-90 പേരോളം ജോയിനായി. പിന്നെ അതിന്ന് 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഒരു കൺസേൺ ഇതായിരുന്നു. കാരണം കുറേ പേര് അതിന്ന് നമ്പർ എടുത്തിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രൈവസി കൺസേൺ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഇതിൽ 2 സൈഡ് ഉണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്നതിൽ 2 സൈഡ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി അതൊരു പ്രൈവസി റിസ്ക് ആണ്. റിസ്ക് എന്നല്ല, അതിപ്പോൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രൈവസി റിസ്ക് ആണ്. നമ്മൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുവാണെങ്കിലും ആ കയറുന്ന ആൾക്ക്, അപ്പോൾ ഞാനാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുന്നുണ്ടെങ്കിൽ ആ കയറുന്ന ആൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഓൾറെഡി അറിയാം എൻ്റെ നമ്പർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട്, അവർക്കെല്ലാം നമ്പർ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് കയറുന്നതാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് കയറണം വാട്സപ്പ് ഗ്രൂപ്പിൽ. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണെങ്കിലും വേറെ ഏത് ഗ്രൂപ്പാണെങ്കിലും ഏത് വാട്സപ്പ് ഗ്രൂപ്പ് കയറുവാണെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി അറിഞ്ഞുകൊണ്ട് കയറണം. ആ ഒരു റിസ്ക് ഫാക്ടറും നമ്പർ പുറത്ത് അറിയാൻ ചാൻസ് ഉണ്ട് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് കയറണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസ്ക്ലെയിമർ ഞാൻ എന്തായാലും ഇടണം. അത് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ കാരണം ഒരുപാട് പേരുണ്ടാകുമ്പോൾ ചിലവർ ഇങ്ങനെ ആലോചിക്കാതെ കയറുന്നുണ്ടാവും. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാം, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം എല്ലാവരും. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നിങ്ങളുടെ നമ്പർ ബാക്കിയുള്ളവർക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മെയിൻ അതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എൻട്രി ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് ഓഫാക്കി വെച്ചിരിക്കുക. അതൊന്ന് ഇന്ന് വൈകുന്നേരത്തെ റൈഡ് വെച്ചിട്ടൊന്ന് സോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മിക്കവാറും ബാക്കിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം കയറുന്നവർ സത്യം പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് പണി. അതായത് ചിലവർ പറയുന്ന അഡ്മിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കുറേ കാര്യങ്ങളെന്നുള്ളത്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കണം. അറ്റ് ദ സെയിം ടൈം എനിക്കാണെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു ബിസിനസ് പോലെ കൊണ്ടുനടക്കണം എന്നുള്ള താല്പര്യമില്ല. അതായത് ഒരു കമ്പനി നടത്തുന്ന പോലെ, സ്റ്റാഫിനെയും അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്ന പോലെ എല്ലാവരെയും തളിച്ച് വിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ല. എല്ലാവരും അവരവർ മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യുക. എല്ലാവരും അതനുസരിച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ബിഹേവ് ചെയ്യുക. മര്യാദ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് ബിഹേവ് ചെയ്യാം. അത്രയും ഇപ്പോൾ നമുക്ക് അടച്ചിരിക്കും, പുറത്ത് നല്ല പൊടിയാണ്. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഇപ്പോൾ എനിക്ക് എത്രത്തോളം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫുൾ ടൈം ഈ വാട്സപ്പിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ആരെല്ലാം എന്തെല്ലാം പറയുന്നു ഇതെല്ലാം മോണിറ്റർ ചെയ്ത് നടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്മിൻസ് വെച്ചിട്ട് അഡ്മിൻസ് അതിന് നടക്കേണ്ടി വരും. പക്ഷേ റിയലിസ്റ്റിക്കലി ആർക്കും ഇതിനൊക്കെ നേരം. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2ൻ്റെ ഇടയിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അക്കൗണ്ട്, അതായത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വഴി ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ പ്ലാൻ എന്താ വെച്ചാൽ, ഇത് നമ്മൾ പറഞ്ഞില്ല, ഓരോ പാഠങ്ങളാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ച് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്ന. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ മൈൻഡിലുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചാൽ, വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഓഫാക്കിയിട്ടിട്ട് നമ്മൾ റൈഡ് പോകുമ്പോൾ ആ റൈഡിന് വരുന്നവരെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അവരുടെ കൺസെൻറ്റ് നേരിട്ട് എടുത്തിട്ട്, അവർക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ നമ്പർ വെച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിൽ, എന്നിട്ട് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുക, അതങ്ങനെ വയ്ക്കാം. പിന്നെ ജനറൽ പബ്ലിക്കിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ഇത് ചെയ്യുക. എന്താണ്, ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്
ഇൻസ്റ്റാഗ്രാമിൽ ഹാൻഡിൽ ചെയ്യുക. അതാകുമ്പോൾ പിന്നെ പ്രൈവസി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും കാണുന്നതാണ്. പിന്നെ അതിന്ന് ഫോൺ നമ്പറോ ഇതൊന്നും എടുത്തിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ സേഫ് അപ്രോച്ച്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു നോക്കിയിട്ട് പറ. അപ്പോൾ അതാണിപ്പോൾ കഴിഞ്ഞ ഒരു 1-2 ദിവസത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ. ഇങ്ങനെ ഇനിയും ഒരുപാട് പാഠങ്ങൾ, കഠിനമായ പാഠങ്ങളൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ ആസ് വി ഗോ വി മൂവ് ഫോർവേഡ്, വി ലേൺ, വി അഡാപ്റ്റ്, വി ഗ്രോ. അതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോകുന്നു എന്നുള്ളത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ പോകുന്ന പോലെ അങ്ങനെ പോട്ടെ. എനിക്ക് മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ തളിച്ച് നടക്കാൻ വയ്യ. എനിക്ക് വളരെ ചില്ലായിട്ട് എനിക്ക് ഈ വണ്ടി റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ മീറ്റ് ചെയ്ത് സംസാരിച്ച് അങ്ങനത്തെ ആ ഒരു ഇത് മതി. ഇതൊരു എന്താ പറയുക, ഞാനൊരു അഡ്മിൻ പൊസിഷനിൽ ഇരുന്ന് മേയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്. എല്ലാവരും മെച്ചുവറായിട്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്ത് നീങ്ങുക. അപ്പോൾ അതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ 2 ദിവസത്തെ നമ്മൾ പഠിച്ച പാഠങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് അവീറിൽ ഒരു തസ്ജീലുണ്ട്. അവീറിൽ തസ്ജീലിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി പാസ് ചെയ്യിക്കണം. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പോവുകയാണ്. അവിടെ പോയിട്ട് മിക്കവാറും നമ്മളൊരു വീൽ അലൈൻമെൻറ്റിൻ്റെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വിടും. പിന്നെ ഇന്ന് എനിക്ക് ഉച്ചക്കൊന്ന് നന്നായിട്ടൊന്നും ഇവിടെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. വർക്കുകളൊക്കെ ഒന്ന് തീർത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഈ റൈറ്റ് ഇതല്ല, ഇവിടെ എവിടെയോ നമുക്ക് റൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. ആ ഉറക്കം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെ റൈഡിന് നമ്മൾ സന്നദ്ധരായിരിക്കും. ഈ റൈറ്റാണോ? ഈ റൈറ്റ് തന്നെ ആയിരിക്കും. യെസ്, ഈ റൈറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി എല്ലാവരുടെ വിശേഷങ്ങളും എന്തൊക്കെയാണ്? ആരൊക്കെ റൈഡ് ചെയ്യുന്നുണ്ട്? ആരൊക്കെ? കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. ലൈസൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. ലൈസൻസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ച കുറേ പേരുണ്ട്. പിന്നെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാം പിന്നെ ലൈസൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ട് ജോർജ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ ഇതുവരെയൊക്കെ മെൻഷൻ ചെയ്തില്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേര് UAE-യിലുണ്ട്. ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പണി കിട്ടിയ മക്കളെ മുട്ടം പണിയായിരിക്കും അതുവരെയൊക്കെ. കാരണം ധൈര്യം ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുമ്പോഴുള്ള ധൈര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി നാട്ടിലത്തെ പോലെ വണ്ടി കൈ കാണിച്ച് ഇവിടെ ചെക്ക് ചെയ്യില്ല. ആ ഒരു ധൈര്യമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ എങ്ങാനും എവിടെയെങ്കിലും ഒന്ന് തട്ടുക, അല്ലെങ്കിൽ വേറെ ഒരുത്തം നമ്മളെ അടുത്തോട്ട് വന്ന് ഇങ്ങോട്ട് തട്ടിയാലും മതി, പിന്നെ മുട്ടം പണിയായിരിക്കും ലൈസൻസ് ഇല്ലെങ്കിൽ. പിന്നെ വെറുതെ ആ ഒരു റിസ്ക് എടുക്കാൻ ആരും നിൽക്കണ്ട. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബൈക്ക് ലൈസൻസ് എങ്ങനെയെങ്കിലും എടുത്തിട്ട് റൈഡിങ്ങിലോട്ട് ഇറങ്ങുക. അതാണ് ഏറ്റവും സേഫ്. ഇല്ല എന്നുണ്ടെങ്കിൽ ബൈക്ക് എടുത്ത് വല്ല ഡെസേർട്ടിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ ഒരു ആശ തീർക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ച് പോവുക. പിന്നെ ഇവിടെ എത്തി തസ്ജീൽ. ഇനി ഇവിടെ എവിടെയും പാർക്കിംഗ് എവിടെയുള്ളതൊന്ന് നോക്കിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തണം. എനിക്ക് തോന്നുന്നു ഇവിടെ റൈറ്റിൽ പാർക്ക് ചെയ്തണം. ഇവിടെ നോ പാർക്കിങ്ങോ? ഇവിടെ ഇടാമല്ലോ. നമുക്ക് ഇവിടെ വണ്ടി ഇടാം, തണലത്ത് ഇവിടെ കൊണ്ടിടാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വരട്ടെ, വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീർത്ത് ഫ്രീ പാർക്കിംഗ് ഫോർ 20 minutes. തസ്ജീൽ കസ്റ്റമർ. ഞാൻ തസ്ജീൽ കസ്റ്റമറാണ്. ഹെൽപ്പ് ചെയ്യാൻ വന്നവരെ കസ്റ്റമറായിട്ട് കൂട്ടുമോ? അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും തീർക്കട്ടെ. ഇതൊന്നും തീർത്തിട്ട് I will see you guys in a bit. ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും റൈഡ് ആൻഡ് റൈസിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ RTA പോയി. അവിടെ നിന്ന് അദ്വൈത് ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ സൂപ്പർ പോളുടെ അദ്വൈത്. അപ്പോൾ അദ്വൈത് എൻ്റെ ബൈക്കും കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് എടുക്കാനുള്ള വണ്ടി എടുത്ത് കുറച്ച് ബാക്കി പരിപാടികളെല്ലാം തീർത്ത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈവനിങ് നേരം 4:30 അപ്പോൾ കോമഡി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എൻ്റെ ബൈക്ക് വേറെ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ബൈക്ക് വേറെ സ്ഥലത്തുണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ, നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ബൈക്ക് വേറെ സ്ഥലത്തുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് അദ്വൈത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്ന വണ്ടിയിലായിരുന്നു എൻ്റെ ഹെൽമെറ്റ്. അപ്പോൾ നേരെ ചെന്ന് അയ്യോ എൻ്റെ ഇത് അടച്ചിട്ടില്ലല്ലോ. നേരെ ചെന്ന് ദീപുവിൻ്റെ ഇതെടുത്തു, ഹെൽമെറ്റ് എടുത്തിട്ട് ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടെ ദീപുവിൻ്റെ ഹെൽമെറ്റ് വെച്ച് നമ്മുടെ ഹെൽമെറ്റും, കാരണം ഈ ക്യാമല്ല ഈ ഹെൽമെറ്റിലുള്ളത്, എല്ലാം എടുത്ത് ഇപ്പോഴത്തെ തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പിടിക്കാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഞാൻ പിന്നെ വന്നിട്ട് എടുക്കണം. അപ്പോൾ രാത്രി റൈഡ് ഉണ്ടായതുകൊണ്ട് പിന്നത്തേക്ക് വെക്കേണ്ടെന്ന് വെച്ചു. ഇപ്പം തന്നെ അതങ്ങ് തീർത്താൽ അതങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് പോകാനുള്ള വഴി നമ്മൾ നോക്കണം. അപ്പോൾ എൻ്റെ അറിവിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഐഡിയ പിടിച്ചങ്ങ് പോയി നോക്കാം. എത്തേണ്ടതാണ്, മിക്കവാറും നമ്മൾ എത്തും. നോക്കാം, എത്തിയില്ലെങ്കിൽ നമ്മൾ എത്തിക്കും, അത്രയേ ഉള്ളൂ. സോ വെൽക്കം ടു DIP അഗൈൻ. റൈഡ് ആൻഡ് റൈസും സൂപ്പർ പോൾ രണ്ടും ഒരേ കോമ്പൗണ്ടിലെ ഒരേ ഇതിലുള്ള വെയർ ഹൗസിലുള്ള. ആർക്കെങ്കിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോ. നല്ല
ഇവിടെ നിന്നല്ലേ നമ്മൾ ലെഫ്റ്റ് എടുത്തേ? ഇവിടെ തന്നെ ആയിരിക്കണം. ഡിസൈൻസും കാര്യങ്ങളും ഗാരേജും എല്ലാം ഉണ്ട്. ബൈക്കിൻ്റെ കൂടുതൽ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പണിയെടുക്കുന്നതല്ല, പക്ഷേ കാർസ് കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഓവർ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. എനിവേസ് നൗ ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് റൈഡാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ളൊരു പ്ലാനായിരുന്നു, പക്ഷേ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തിയില്ല. ക്ലിയർലി ദ മൈക്ര പണ്ടൊരു ആപ്പോ വെബ്സൈറ്റോ എന്തോ ഉണ്ടായിരുന്നു. 1 ദിറംസിന് നമ്മുടെ റാഫിളൊക്കെ പോലെ 1 ദിറംസിന് കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഞാനിവിടെ ദുബായിൽ വന്ന സമയത്തൊക്കെ അന്നൊക്കെ ഈ മൈക്രയൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രൈസ്. പക്ഷേ എൻ്റെ അറിവിൽ ആർക്കും മൈക്ര കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തെല്ലാം പരിപാടികളാണ്. അപ്പോൾ അഗൈൻ ഡേ 2 ഡേ ടൈം റൈഡ്. ഇതേ പോകുന്നൊരു GTA നമ്മുടെ ഫ്രണ്ടിൽ. ഗൈസ്, GTA ഫാൻസ് എത്ര പേരുണ്ട്? GTA അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് അറിഞ്ഞിടത്തോളം. എനിക്ക് പിന്നെ കാറുകളെക്കുറിച്ച് പാണ്ഡിത്യം കുറവായതുകൊണ്ട് വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ നിറയെ എന്താ പറയുക സ്കൂൾസും കാര്യങ്ങളും, കാരണം ഇവിടെ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ ദീപിൻ്റെ ഹെൽമെറ്റും കൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന എപ്പോഴെങ്കിലും രാത്രിയത്തെ റൈഡിന് മുന്നേ ഇവിടെ വന്ന് ഹെൽമെറ്റ് എല്ലാം എടുത്തിട്ട് നേരെ റൈഡിന് പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ വണ്ടി എടുത്ത് ദീപിൻ്റെ ഹെൽമെറ്റ് വാങ്ങി വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റ്, കയ്യിലൊക്കെ ശരിക്കും ഇവിടെയൊക്കെ നല്ല ചൂട് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ഒരു കറക്കം കൂടെ കറങ്ങിയേക്കാം. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് ഹെൽമെറ്റ് കൂടെ എടുക്കാമെന്ന് വെച്ചാൽ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഈ വെതറിൽ നമ്മൾ ഓടിച്ചില്ലേ പിന്നെ നമ്മൾ എപ്പോൾ ഓടിക്കും? ഇതേപോലെ അടുത്ത് ഡോഡ്ജ് ചാലഞ്ചർ നമ്മുടെ മൈൻഡിലുള്ള ഒരു വണ്ടിയായിരുന്നു എടുക്കണം എന്നുള്ള. നല്ല ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ഇത്. ഈ പ്രദേശത്തൊക്കെ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്നാവോ? നമ്മുടെ മെയിൻ ടോപ്പിക്ക് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ്, എസ്പെഷ്യലി ഒരു മലയാളി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ച് തന്നെ കേട്ടോ. അതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസും എല്ലാം കുറേ കൂടുതലാണ്. അത്യാവശ്യം നല്ല കെയറും ഇതെല്ലാം കൊടുത്തിട്ട് വേണം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഈ റൈഡിങ് കമ്മ്യൂണിറ്റി ആണെങ്കിലും മോട്ടോർ സൈക്കിളിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലൊക്കെ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ബാക്ക് ഫയർ ചെയ്യും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പിന്നെ അതൊരു വള്ളിയാവും. നമ്മുടെ നാട്ടിലുള്ള ഒരു മെയിൻ പ്രശ്നമുള്ളത്, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കോൺട്രവേഴ്സിയായി യൂട്യൂബേഴ്സ് എടുത്ത് അതിനെക്കുറിച്ച് ചർച്ചകളായി. വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അവസ്ഥ രക്ഷിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട്, ആ കാര്യം ചെയ്യാമെന്നാണ്. പക്ഷേ അത് ചെയ്യുവാണെങ്കിലും അതിൽ ശരിക്കും നമ്മൾ ഡൈ ഹാർഡായിട്ട് അല്ലെങ്കിൽ ഹാർഡ് കോറായിട്ട് അതിലേക്ക് ഇറങ്ങുവാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് റിജിഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ആ ബിൽഡ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഒരു ഫണ്ണ് പല സമയത്തും നമ്മൾ ഇല്ലാതെ പോകും. ഫണ്ണങ്ങ് കയ്യിൽ നിന്ന് പോകും, ഫണ്ണില്ലാതെയാവും. നമുക്ക് ഇങ്ങനെ ഈ ഒരു ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ഫണ്ണൊന്നും പോവാത്ത രീതിയിൽ നടക്കട്ടെ എന്നുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് ലെഫ്റ്റ് ആയിരുന്നു എൻ്റെ അറിവിൽ പോകാനുള്ളത്. നമ്മളെന്തായാലും ജോഗ്രഫിക്കൽ ഡയറക്ഷൻസ് പിടിച്ച് പോകുന്നുണ്ട്. എവിടുന്നോ നമുക്ക് ഒരു ലെഫ്റ്റ് എടുക്കാനുണ്ട്. നമുക്കിനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്കാണ് കയറേണ്ടത്. ബാക്കിലായിരുന്നു എന്നാണ് എനിക്ക് ബലമായ സംശയം. റൗണ്ട് അബൌട്ടിൻ്റെ എണ്ണം മറന്നുപോയി. ഞാനൊരു 3 റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് എടുക്കാനുള്ള എക്സിറ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ 3 റൗണ്ട് അബൌട്ട് കഴിഞ്ഞോ ഇല്ല എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതല്ലേ പ്രശ്നം. നേരെ പോയേക്കാം, ബാക്കി വരേണ്ടത് നോക്കാം. പിന്നെ എഗെയിൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ റൈഡിങ് ഗിയേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല, ആകെ ഗ്ലൗസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇനി നമ്മുടെ ആളുകൾ ഇത് കാണാൻ തുടങ്ങുന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ വെറുതെ ഒരു ബാഡ് എക്സാമ്പിൾ ആവാൻ പാടില്ല. അപ്പോൾ അതെ, യെസ്, ഇവിടെയാണ് റൈഡ്. ഇനി എല്ലാ റൈഡുകൾക്കും ഫുൾ റൈഡിങ് ഗിയർ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. ആരെങ്കിലൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, അവർ അങ്ങേര് റൈഡിങ് ഗിയർ ഒന്നും ഇല്ലാതല്ലേ റൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വേണ്ട. അപ്പോൾ നമുക്കൊരു ബാഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്യണ്ട, നമുക്ക് എല്ലാതും നല്ല രീതിക്ക് തന്നെ പോട്ടെ. അപ്പോൾ കുറച്ച് ചൂടെടുത്താലും കുറച്ച് ബുദ്ധിമുട്ടിയാലും ഫുൾ റൈഡിങ് ഗിയർ തന്നെ പോകാം. കാരണം സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലെഫ്റ്റ് പിടിക്കണം. കഴിഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സേഫ്റ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമുക്ക് വളരെ അടുത്ത കുറേ പേർക്ക് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എത്രത്തോളം സേഫ്റ്റി ഗിയറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്.
അതുപോലെ സേഫ് റൈഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, സേഫ് ആൻഡ് റെസ്പോൺസിബിൾ റൈഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്. ഈ ഗോപ്രോ നമ്മളെ വീട്ടിലെത്തുന്നത് വരെ ഇത് ഓടും എന്നുള്ളത് അറിയില്ല. നോക്കാം. ഇലക്ട്രിക് പോസ്റ്റുകൾ നോക്കി, അതെ മഞ്ഞ നൂൺ വണ്ടി, എവറിത്തിങ് ഇൻ മിനിറ്റ്സ്. നൂൺ മിനിറ്റ്സ് പൊളിയാട്ടോ. ഓഫ്, നൂൺ മിനിറ്റ്സ് പൊളിയാ, ഒരു രക്ഷയില്ല. ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ടെംപ്റ്റേഷനുമാണ്. നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കിട്ടും എന്നുള്ള ഒരു ഇത് മൈൻഡിലുണ്ടാവും, വേഗം അങ്ങ് ഓർഡർ ചെയ്യും. ഓ ദേ വരുന്നു. നൈസ് ജോബ് ബഡി, നൈസ് ജോബ്. പള്ളി, ഇതാണ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞത്. നമ്മളെത്ര ശ്രദ്ധിച്ചാലും അപ്പുറത്തുള്ളവർ ശ്രദ്ധിക്കാഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഈ അർമ്മത വന്ന പോലെ, അയാൾ ഞാൻ വന്നത് കണ്ടോ ഇല്ലേ, ഇനി ഞാൻ ഡെഡ് സ്പോട്ടിലായിരുന്നോ ഒന്നും അറിയില്ല, ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നോ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. വേണ്ട, ഈ അർമ്മത എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നുള്ളത്. വെറുതെ നമുക്ക് സേഫായിട്ടാണ് നീങ്ങാം. ഓ, എലാൻട്രയുടെ ഇതുണ്ട് അല്ലേ, ഹാച്ച് ബാക്ക്. നോട്ട് ദിസ് എക്സിറ്റ് കൺഫ്യൂഷനായി. ഞാൻ ഈ എക്സിറ്റാന്ന് വിചാരിച്ചു, ഇതല്ല. ഇത് കുറേ പേരിപ്പോൾ ഈ വിൻഡോ ഒക്കെ തുറന്ന് ഓടിക്കുന്നുണ്ട് അല്ലേ. നിങ്ങളെല്ലാവരും ഇപ്പോൾ വിൻഡോ തുറന്ന് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് അറ്റ്ലീസ്റ്റ് നൈറ്റൊക്കെ തന്നെ വിൻഡോ ഒക്കെ തുറന്ന് ഓടിക്കാൻ പറ്റിയ സമയം. ഇപ്പോൾ നല്ല വെതർ, എല്ലാം കൊണ്ടും പ്ലസൻറ്റ്. നമുക്ക് ട്രാഫിക് ഉണ്ടാവും, 100% ഉണ്ടാവും. പക്ഷേ നമുക്കൊരു പ്രശ്നമില്ലല്ലോ, കാരണം യു നോ ദ റീസൺ. നമ്മൾ മോട്ടോർ സൈക്കിളിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക് ഒരു വലിയ പ്രശ്നമില്ല. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ എത്തും, പക്ഷെ സേഫായിട്ട് എത്തണം, അത്രയേ ഉള്ളൂ. തണുത്ത കാറ്റാണ് കാര്യം, എൻ്റെ കയ്യിൽ എനിക്ക് ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യാം. അതായത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ചൂട് ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്, തണുപ്പുണ്ട് എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ കേസിലാണെങ്കിൽ ചൂടില്ലാത്ത കാറ്റാണോ അതോ തണുപ്പുള്ള കാറ്റാണോ എന്നുള്ളതാണ്. ചൂടില്ല എന്നുള്ള അർത്ഥം തണുപ്പുണ്ട് എന്നല്ലല്ലോ. ചൂടില്ലെങ്കിൽ ചൂടില്ല, പക്ഷേ മിതമായിരുന്നു. പക്ഷേ ഒരു നേരിയ തണുപ്പുണ്ട് കാറ്റിന്, ഒരു സ്മോൾ തണുപ്പ്. ഓക്കെ, നമുക്ക് റെസ്പോൺസിബിളായിട്ട് മാക്സിമം എങ്ങനെ ലൈൻ ചേഞ്ച് ചെയ്ത് മുന്നേറാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ട്രക്കിൻ്റെ മുന്നിലോട്ട് നമ്മൾ റെസ്പോൺസിബിളായിട്ട് മുന്നേറിയിട്ടുണ്ട്, ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട്. പക്ഷേ ലെഫ്റ്റിൽ വേറെ ട്രക്ക് വരുന്നുണ്ട്, ഒരു നീല ട്രക്ക് വരുന്നുണ്ട്. പക്ഷേ നൈസായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറ്റും, സിഗ്നൽ ഇട്ടു, ഇനി ഫ്രണ്ടിലോട്ട് പോകും. ലെഫ്റ്റ് സൈഡിലൊരു ബോണറ്റ് ചളുങ്ങിയ ഒരു നിസാൻ സണ്ണി വരുന്നുണ്ട്. പക്ഷേ നമ്മളതിനെ മുന്നോട്ട് നീക്കി. നമ്മുടെ ഫ്രണ്ടിൽ അരാമെക്സിൻ്റെ ബൈക്കുകാരനിരിക്കുന്നു. അപ്പോൾ അയാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നുകൂടെ നീങ്ങുന്നു, നേരെ പിടിക്കുന്നു. ഫ്രണ്ടിൽ ടൊയോട്ട യാരിസ് ഉണ്ട്, എനിക്കിഷ്ടമാണ് വണ്ടി. പെട്രോൾ മണപ്പിച്ച് കൊടുത്താൽ വണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നതാണ്. റിലയബിൾ, ടെൻഷൻ ഫ്രീ. അതുകൊണ്ട് തന്നെ യാരിസ് ഈസ് നൈസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൈനിലോട്ട് നീങ്ങിയിരിക്കുന്നു. ഫാസ്റ്റ് ട്രാക്കിൽ ഓടിക്കാൻ താല്പര്യം വളരെ. റോൾസ് റോയ്സിൻ്റെ ജനൽ തുറന്നിട്ടിട്ടാണ് അവരാ വണ്ടി കൊണ്ടുപോയേ. ഒന്ന് ആലോചിച്ചോക്കെ, വല്ല പൊടിക്കാറ്റോ അല്ലെങ്കിൽ ഒരു ഓർക്കാപ്പുറത്തെങ്ങാനും ക്ലൗഡ് സീഡിങ് ചെയ്തൊരു മഴയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ റോൾസ് റോയ്സ് മുതലാളി ഇവരിട്ടിട്ട് പൊരിക്കും. ഒരു ബെന്റ്ലി, ചുമല ബെന്റ്ലി. നൈസ് വെതർ. ആ വണ്ടി കണ്ടോ, ഒരു മഞ്ഞ വണ്ടി, നൈസ് വണ്ടി, വെറൈറ്റി വണ്ടി. അതിന് പേരാർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ബാക്കിൽ വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ലൈനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ധൃതിയുള്ളവർ അവ പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫാസ്റ്റ് ട്രാക്കിൽ വലിയ താല്പര്യമില്ല ബൈക്കും കൊണ്ട് റൈഡ് ചെയ്യാൻ. നമുക്ക് മിതമായ ഒരു 100-120 ഈ സ്പീഡിൽ കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് നല്ല നൈസായിട്ട് റൈറ്റ് സൈഡിലോട്ട് നീങ്ങാം, ട്രക്കിൻ്റെ മുന്നിലോട്ട്. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയാൽ ഈ ഹ്യുണ്ടായി H1-ൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് എടുക്കാനുള്ള ശ്രമം നടത്താം. പക്ഷേ H1 വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പുറകോട്ട് നൈസായിട്ട് ലെഫ്റ്റിലോട്ട് എടുക്കും. നല്ല വിശാലമായ ഫാസ്റ്റ് ട്രാക്ക് ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷേ എന്നാലും എനിക്ക് അതിലോട്ട് കയറാൻ വലിയ താല്പര്യമില്ല. അതിലോട്ട് കയറി എന്തായാലും ഞാൻ ടോപ്പ് സ്പീഡ് പിടിച്ച് പോകണം. എനിക്കിപ്പോൾ റിലാക്സ് ചെയ്ത് ഓടിക്കണം, എനിക്ക് റേസ് ചെയ്യണ്ട. ഓ, പകൽ വെളിച്ചത്തിലിതേ നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം, ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം. പകൽ വെളിച്ചത്തിൽ ഇന്ന് കളി, ഇപ്പോൾ ഈയിടെ കളിയൊന്നുമില്ലേ. നമ്മുടെ ഗോപ്രോ മിക്കവാറും കുറച്ച് സമയം കൊണ്ട് ഓഫ് ആവാൻ ചാൻസ്, എല്ലാവിധ ചാൻസുകളും നമ്മൾ കാണുന്നുണ്ട്. അതാണ് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഓ, അവിടെ എന്തോ പോസ്റ്റർ ഉണ്ടല്ലോ, DP വേൾഡ് IPL ആണോ?
ഇതിൽ നിന്നൊക്കെ ഞാൻ വളരെ ട്രാക്ക് വിട്ടുട്ടോ. എന്നെക്കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് എടുപ്പിക്കും ഈ H1 ഒക്കെ. നമുക്ക് ഒരൊറ്റ വലി അങ്ങ് വലിച്ചിട്ട് നേരെ സെക്കൻഡത്തെ ലൈനിക്ക് തന്നെ മാറാം. നേരെ ഒരു പിടി പിടിക്കുന്നു, ഈ ലൈനിലോട്ട് ചേഞ്ച് ചെയ്യുന്നു, ഇനി നമ്മുടെ നോർമൽ സ്പീഡ് പിടിക്കുന്നു. എനിക്കൊരു 120യുടെ താഴെ പോയാൽ മതി. എനിക്ക് എൻജോയബിൾ ആയിട്ട് തോന്നുന്നതാണ്. പുറകെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ തിരിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വണ്ടികളൊക്കെ നോക്കി ബോർഡുകളൊക്കെ വായിച്ച്. അയ്യോ, ആ റേഞ്ച് റോവറിൻ്റെ ഫ്രണ്ട് തട്ടി, എവിടെയോ കൊണ്ട് തട്ടിച്ചിട്ടുണ്ട്. ഇതിന് മേലെയുള്ള 2 വണ്ടികളോട് പോയി. ഇത് അതിൻ്റെയൊക്കെ ഗ്ലാസ് തുറന്നിട്ടിട്ടാണോ ഓടിക്കുന്നത്? ആ ട്രക്കിലുള്ള വണ്ടികളെല്ലാം ഗ്ലാസ് തുറന്നിട്ടിട്ടാണ് ഓടിക്കുന്നത്. അതങ്ങനെ ചീത്തയായി എങ്ങനെ ഇരിക്കും? ആ സീറ്റോ വല്ല ലെതർ സീറ്റോ, പക്ഷേ ലെതർ സീറ്റ് വലിയ പ്രശ്നമില്ല. സ്റ്റെയിന് പിടിക്കുകയെ വല്ല പ്രാണികളെങ്ങാനും ഈ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആ സ്പീഡിൽ പ്രാണികൾ സീറ്റിൽ അടിച്ച് ചത്ത് അതിൻ്റെ കറയൊക്കെ സീറ്റ് പിടിച്ചാൽ അയ്യോ എങ്ങനെ ഇരിക്കും? നമ്മൾ ഏകദേശം 5 മണിയാവാറായി. ഇന്നത്തെ റൈഡ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് എക്സിറ്റിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ആദ്യം ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ അപ്പുറത്തൊരു ഇനോക്ക് ഉണ്ട്. അപ്പോൾ ആ ഇനോക്കിൽ മീറ്റപ്പ് അങ്ങനെയല്ല, ഒരു മീറ്റപ്പ് പോയിന്റ്. അപ്പോൾ ആർക്കെങ്കിലും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ അവിടേക്ക് എത്തുക. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നൈറ്റിലത്തെ റൈഡിൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ലാസ്റ്റ് എക്സിറ്റ് പിടിക്കും. കാരണം അബുദാബിയിൽ നിന്ന് കുറച്ച് ആരൊക്കെ വരുന്നുണ്ട് റൈഡേഴ്സ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഒഫീഷ്യലി ടോസ്റ്റഡ് ത്രോട്ടിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് റൈഡാണിന്ന്. എങ്ങനെ ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൺസേൺ ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും നോക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിലൊരു പ്രശ്നങ്ങളില്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് മാനേജ് ചെയ്ത് പോകണം. അപ്പോൾ ഇനി മിക്കവാറും ഇന്ന് റൈഡിന് പോയിട്ട് റൈഡിനുള്ളവരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഫിൽട്ടർ ചെയ്യേണ്ടി വരും. പിന്നെ റൈഡിന് വരുന്ന അനുസരിച്ച് നിങ്ങൾ വരുന്ന അനുസരിച്ച് ഇങ്ങനെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത് പോവാം. പക്ഷേ എന്നാലും എനിക്കൊരു കമ്മ്യൂണിറ്റി സ്പേസ് വേണമെന്നുണ്ട്. ഇൻസ്റ്റഗ്രാമുണ്ട്, പക്ഷേ എന്നാലും അതല്ലാതെ നമ്മുടെ ടോസ്റ്റഡ് ത്രോട്ടിൽ കമ്മ്യൂണിറ്റിക്ക് വേറൊരു എന്തെങ്കിലും ഒരു സ്പേസും കൂടെ വേണം. അതായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചത് വാട്സപ്പ് എന്നുള്ളത്. പക്ഷേ വാട്സപ്പിൽ ഈ നമ്പർ ബാക്കിയുള്ളവർക്ക് ആക്സസിബിൾ ആണ് എന്നുള്ളൊരു ഡൗൺ സൈഡാണ് അതിലുള്ളത്. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ, എല്ലാവരും മത്സരിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിലുള്ള പാട്രോൾ നമുക്കൊരു ഗ്യാപ്പ് തരുമോ എന്നറിയില്ല. ഗ്യാപ്പ് തന്നിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഇനി ഒരു ലെഫ്റ്റ് സൈഡും കൂടെ നമ്മൾ എടുക്കും. പജീറോ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ബാക്കിൽ. പക്ഷേ നമ്മൾ പജീറോ സ്ലോ ആക്കി നമ്മൾ മുന്നിലോട്ടെത്തി. നിസാൻ ജൂക്ക്, പിന്നെ ഒരു പാട്രോൾ നമ്മുടെ സൈഡിൽ. പക്ഷേ അയാൾ സൈഡ് തരില്ല എന്ന വാശിയുമായി മുന്നോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാളെ വെയിറ്റ് ചെയ്ത് അടുത്തത് എടുത്തു. ബോം, ഹിയർ വി ഗോ. ഇനി ഈ ലൈന് പിടിച്ച് അങ്ങനെ പോകാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അദ്വൈത് ഇന്ന് നമ്മളെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്വൈത് പറഞ്ഞത് നമ്മുടെ ചെയിന് ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കണം എന്നുള്ളത് പറഞ്ഞു. കാരണം ചെയിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്, തുരുമ്പ് പിടിച്ച പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ചെയിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അദ്വൈത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി അവിടെ കൊണ്ടു കൊടുക്കാം ഒരു ദിവസം. എന്നിട്ട് അദ്വൈതിൻ്റെ പാണ്ഡിത്യം അനുസരിച്ച് അതൊന്ന് ചെക്ക് ചെയ്ത് അത്യാവശ്യ കാര്യങ്ങൾ അവിടെ നിന്നൊന്ന് സോർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും ഒരു ഫുൾ സർവീസ് നമ്മളന്ന് മോട്ടോ ഹബ്ബിൽ പോയ പോലെ ഒരു ഫുൾ സർവീസ് അവർ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ചെയ്യണം. പക്ഷെ അതിന് ഇനിയിപ്പോൾ ഫണ്ട് 2000 ദിവസം മാറ്റി വെക്കണം. അതേ നമ്മൾ നേരത്തെ കണ്ട വണ്ടി റേഞ്ച് റോവർ, ഫ്രണ്ട് തട്ടിയ റേഞ്ച് റോവർ ബമ്പർ എവിടെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. ഹെഡ് ലാമ്പ് പോയെന്നാവോ. ഇതിപ്പോൾ നമ്മൾ കാറിൽ പോകുന്ന പോലെ തന്നെയുള്ള ബൈക്കിൽ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോയല്ലോ. ഇല്ല, നമ്മുടെ ഗോപ്രോ അവിടെ വരെ ലാസ്റ്റ് ചെയ്യില്ല. ഐ ആം ഓൾമോസ്റ്റ് കൺവിൻസ്ഡ്. നോക്കാം എവിടെ വരെ പോകും നോക്കാം. പോകുന്ന വരെ അത് പോകും. പിന്നെ കാരണം ഇനിയിപ്പോൾ നിർത്തിയിട്ട് നമ്മളൊന്ന് ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പില്ല. അപ്പോൾ ഇത് ചത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഡെഡായി കിടന്ന് നമ്മൾ നേരെ ഈ ഒരു ക്യാമറയെ ഡിപ്പെൻഡ് ചെയ്ത് പോകും. നമുക്കൊരു ലെഫ്റ്റ് പിടിച്ചാൽ ഈ ലിങ്കൺ കയറിപ്പോയോ. ഓക്കെ, നമുക്ക് മെല്ലെ ഓരോ വണ്ടി ടാർഗറ്റ് ചെയ്ത് പോകാം. ഓരോ വണ്ടി കവർ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ലീഡ് ചെയ്യാൻ പറ്റും. പിടിച്ചു നോക്കാം. ഓക്കെ, പാട്രോൾ മുന്നോട്ട് കയറ്റി പോയി. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇവിടെ കിട്ടി. നിങ്ങൾ ആരെങ്കിലും ലോങ് വേ ഡൗൺ എന്നും അതുപോലെ ലോങ് വേ റൗണ്ട് എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ടോ? രണ്ട് ഇംഗ്ലീഷ് ആക്ടേഴ്സ് ഉണ്ട്. എന്തായിരുന്നു അവർ? ചാർലി ബൂമനും പിന്നെ അതുപോലെ മാത്യു മെഗ്രഗർ ആണോ അങ്ങനെ അതോ ഒരാൾ, അവൻ്റെ പേര് ഞാൻ മറന്നുവല്ലോ. സോ ഇവർ രണ്ടുപേരും BMW വെച്ചിട്ട്, ഞാൻ ആദ്യം കണ്ടത് ലോങ് വേ ഡൗൺ ആണ്, അത് കഴിഞ്ഞിട്ട് ലോങ് വേ റൗണ്ട് കണ്ടത്. ലോങ് വേ ഡൗണ് 2 പൊളിയായിരുന്നു. പക്ഷെ അവരെന്താ വെച്ചാൽ ഫുൾ സെറ്റപ്പിലാണ് അവർ റൈഡ് പോയത്.
അതായത് ഒരു സപ്പോർട്ട് വെഹിക്കിൾ ഉണ്ടായിരുന്നു, ഒരു ക്രൂ തന്നെ അവരെ കൂടെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും 2 ബൈക്കിൽ സെപ്പറേറ്റ് ഓടുന്നതാണെങ്കിൽ അവരെ കൂടെ ഒരു ക്യാമറാമാൻ അതുപോലെ വേറൊരു ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്നു അവരെ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു SUV അവരെ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് വെഹിക്കിളായിട്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ കവർ ചെയ്തിട്ടാണ് അവർ പോയത്. അതായത് എല്ലാ സേഫ്റ്റി നെറ്റും ഉള്ള രീതിയിലാണ് പോയത്. ബട്ട് സ്റ്റിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവരാണ് ബൈക്ക് ഓടിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള റിസ്ക് അത് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എവിടെയും സ്ട്രാൻഡഡ് ആവില്ലേ, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവേ പെട്ടുപോകുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല ഇങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകുമ്പോൾ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എവിടെയോ ഏതോ ഡെസേർട്ടിൽ അവരെ വണ്ടി SUV മറിഞ്ഞു, കുറേ ഉണ്ട്. നല്ല രസമാണ്. നിങ്ങളാരും കണ്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി. ലോങ് വേ ഡൗൺ എന്നും ഒരു സീരീസ് ഉണ്ട്. അത് അവർ നോർത്തിൽ നിന്ന് സൗത്തേക്ക് അങ്ങനെ ഒരു റൈഡ് ചെയ്തു. ലോങ് വേ റൗണ്ട് അവർ ഓൾ അറൗണ്ട് ദ വേൾഡ് അങ്ങനെ ഒരു റൈഡും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഹാർലിയുടെ ഇലക്ട്രിക് അഡ്വഞ്ചർ ബൈക്ക് വെച്ചിട്ടോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ ഞാൻ കണ്ട ഒരു ഓർമ്മയുണ്ട്. അത് നടന്നില്ല എന്നോ പ്ലാൻ ചെയ്തോ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അറിയില്ല. ഇതാണ് മക്കളെ ഗ്ലോബൽ വില്ലേജ് ഡ്യൂറിങ് ദ ഡേ ടൈം. ഇപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല, 3 മണിക്ക് എങ്ങനെയുള്ളൂ തുറക്കുക ഗ്ലോബൽ വില്ലേജ്. ഓ വണ്ടികൾ എത്തി, യെസ്. അപ്പോൾ തുറന്നു. എനിക്കിപ്പോൾ നേരെ വീട്ടിൽ ചെന്നിട്ട് നല്ലൊരു ചായ വേണം. നല്ലൊരു ചായ, കാല് നീട്ടിയിരുന്ന് റെസ്റ്റ് ചെയ്ത് ഒരു പടം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. ശക്തി എന്തോ ഒരു പടം, നമ്മുടെ വിജയ് ആൻ്റണിയുടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറ. എനിക്ക് വിജയ് ആൻ്റണി പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗ്ലോബൽ വില്ലേജ് 30th സീസണാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ. പാർക്കിങ്ങിൽ ഇനിയും സ്ഥലമുണ്ട്. ആളുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും എത്ര ആളുകളാണ്, എസ്പെഷ്യലി ഇന്ന് സാറ്റർഡേ അല്ലേ. യെസ്. അപ്പോൾ അതിൻ്റേതായുള്ള തിരക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് മീറ്റപ്പ് ചെയ്യുന്ന പമ്പ് ദേ ആ ലെഫ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാൻ മറന്നു. ഇല്ല ഇതേ ഈ എൻട്രി അവിടെ ഇനോക്ക് എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടല്ലോ. ആ ഇനോക്ക് എന്ന് പറയുന്ന ആ ബോർഡ് അതാണ് എക്സിറ്റ്. അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പിലാണ് നമ്മൾ മീറ്റപ്പ് പോയിന്റ് വെച്ചിട്ടുള്ളത്. അവിടുന്ന് പിന്നെ നമ്മൾ പോകും ലാസ്റ്റ് എക്സിലോട്ട് റൈഡ് ചെയ്യും. ഈ പാട്രോൾ വണ്ടിയുടെ ഒരു ട്രോൾ ഞാൻ ഇവിടെ കണ്ടു. ട്രോൾ കൊള്ളാം. പാട്രോൾ വണ്ടിയുടെ ട്രോൾ ഉണ്ടായിരുന്നു വരണം. എന്താണ്, ബോൺ ടു ഓവർടേക്ക്, മെയ്ഡ് ഫോർ ദ ഡെസേർട്ട്, പിന്നെന്താ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഈ പാട്രോള് ഇപ്പോൾ ജനറലി എല്ലാവരും പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ പാട്രോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മെയിൻ റോഡിലും പാർക്കിങ്ങിലുമാണ്. പക്ഷേ ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഓഫ് റോഡിന് വേണ്ടി. ഉണ്ടാക്കിയ മീൻസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഫോർ ഓഫ് റോഡ്. പക്ഷേ എല്ലാവരും ഇത് മെയിൻ റോഡിലും പാർക്കിങ്ങിലും കൊണ്ടിടാനും ടെയിൽ ഗേറ്റ് ചെയ്യാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, എസ്പെഷ്യലി അബുദാബി റോട്ടിൽ. അയ്യോ ഇത് കണ്ടോ ബ്ലൈൻഡ് സ്പോട്ട്. ആ വണ്ടി ഒരു ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ മിററിൽ കാണില്ല അത്. അപ്പോൾ എപ്പോഴും ബൈക്ക് ഓടിക്കുമ്പോൾ, കാറാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഇപ്പോൾ വണ്ടി തട്ടിയാലും നമ്മുടെ ദേഹത്തോട്ട് എടുക്കില്ല. പക്ഷേ ബൈക്ക് ഓടിക്കുമ്പോഴാണെങ്കിൽ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഒരു വിധമൊക്കെ നമ്മൾ തല തിരിച്ച് നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അത്യാവശ്യം ഒന്ന് വെയിറ്റ് ചെയ്ത് എല്ലാം ഉറപ്പ് വരുത്തി, സേഫാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലൈന് ചേഞ്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതാണ് പ്രശ്നം. കാരണം ബ്ലൈൻഡ് സ്പോട്ടിൽ ബാക്കിയെല്ലാം കാറുകളാണ്. ഒന്ന് സൈഡ് തട്ടിയാൽ നമ്മളൊന്ന് തെറിച്ച് പോകും. അത് എസ്പെഷ്യലി നമ്മുടെ ഹാൻഡിൽ ബാറിലെങ്ങാനും തട്ടുന്നുണ്ടെങ്കിൽ തിത്തേതൊക്കെ തോന്നും, താഴെ കിടക്കും. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന യാറിസിൻ്റെ ഹാച്ച് ബാക്ക്. ഇത് ലേറ്റസ്റ്റ് ഡിസൈൻ അല്ലെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു മോഡലും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുള്ള നല്ലൊരു ഒതുങ്ങിയ വണ്ടി, കുഞ്ഞു വണ്ടി. മെയിൻലി ഇതാണ്, പെട്രോൾ എക്സ്പെൻസ് വളരെ കുറവാണ്. എൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഗിറ്റാറുകളും കാര്യങ്ങളും ഇതിന് പ്രോഗ്രാമിന് പോകുമ്പോൾ കൂടെ കൊണ്ട് നടക്കേണ്ടതുകൊണ്ട് ഒരു വലിയ ബോക്സും ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള വണ്ടി വേണം. അതാണ്. ഹാച്ച് ബാക്കിലാണെങ്കിൽ ബാക്ക് ഡിക്കി സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബാക്ക് സീറ്റിൽ വെക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് തിങ്ങി നിറഞ്ഞ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലോട്ട് എത്താറായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗ്, ഇനി ലാസ്റ്റ് എക്സിറ്റിലോട്ട് ഗ്രൂപ്പ് റൈഡാണ്. നമ്മുടെ ടോസ്റ്റർ ത്രോട്ടിലിൻ്റെ ആദ്യത്തെ റൈഡ്. അത് ഇന്ന് രാത്രിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത വ്ളോഗ് അതായിരിക്കും. അപ്പോൾ അത് കുറേ നല്ല നൈസ് ബൈക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ആരും അത് മിസ് ചെയ്യേണ്ട. ആരൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ബൈക്കുകളാണ് വരുന്നത് നോക്കാം. എനിക്ക് അവരെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റീലുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്, അവരുടെ വണ്ടികൾ കാണിച്ചിട്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്യും ചെയ്യും. അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പിടിക്കണം. വീട്ടിൽ പിടിച്ചിട്ട് നല്ല ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് എന്നിട്ട് രാത്രി നേരെ നമ്മൾ ലാസ്റ്റ് എക്സിറ്റ് റൈഡിനോട് ഇറങ്ങുന്നതാണ്. ഫുൾ ഗിയർ 100%. സോ
അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൽ കാര്യമായിട്ട് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. മെയിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യുന്ന കാര്യവും അതിൻ്റെ കൺസേൺ എൻ്റെ ഒരു POV എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇതൊന്ന് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും സേഫായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, പക്ഷേ അധികം എഫേർട്ട് ഇതിൻ്റെ പുറകെ നടക്കാതെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ റൈഡിങ് എൻജോയ് ചെയ്ത് ഇതുപോലെ സംസാരിച്ച് അതിൻ്റെ ഫണ്ണ് കളയാത്ത രീതിയിൽ, മറ്റേ നമ്മൾ റൈഡിങ്ങിൻ്റെ ഫണ്ണ് മാറ്റി വെച്ച് ഇതിൻ്റെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രസം പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ടുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം ലേറ്റ് ആവും മടി കാരണം, പക്ഷേ എല്ലാവർക്കും റിപ്ലൈ പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I will see you guys in the next video. Cheerio!